നമ്പർ തുടങ്ങിയത്. അതുകൊണ്ട് ചീത്തപ്പേര് മൊത്തം പുള്ളിക്കാരിക്കാം. അത് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഗ്രാൻഡ് ഓർഡറാണ്, ഇനി ബിസിനസ് ചെയ്യാൻ 10 പൈസ കുടുംബക്കാരും എനിക്ക് തരരുതെന്ന്. അപ്പോൾ എനിക്കും വാശിയായി. ബിസിനസ് എന്താണെന്ന് അറിയാത്തതുകൊണ്ടല്ലേ ഈ പ്രശ്നം. പുറത്ത് പോയി ബിസിനസ് എന്താണെന്ന് പഠിച്ചിട്ട് വന്നിട്ട് ഇവിടെ വന്ന് ബിസിനസ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. എടാ ഇവിടെ ഒന്നും ചെയ്യണ്ട, നമുക്ക് US ചെയ്യാം. US എങ്കിൽ US. എന്നാലും ആ പരട്ട തള്ളുടെ പേര് എടുത്തില്ല, വേറെ ഏതെങ്കിലും നല്ല തള്ളുടെ പേര് എടുക്കും. നിനക്ക് ഇവിടെ നിന്ന് പോകാനുള്ള ഫണ്ട് എങ്ങനെ? ഫണ്ട് ഞാൻ മമ്മിയുടെ അടുത്ത് ചോദിച്ചു. മമ്മിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഡാഡിയോട് ചോദിക്കാൻ. ഡാഡി ചോദിച്ചപ്പോൾ ഡാഡി എൻ്റെ മമ്മിക്ക് വിളിച്ചു. ഓ നൈസ്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഇടുമ്പോൾ സാപ്പിൽ കയറി ഞാൻ രജിസ്റ്റർ ചെയ്തു. അതാകുമ്പോൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് തരും, സ്കോളർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, പിന്നെ വിസ ഫയലിംഗ്, അക്കോമഡേഷൻ, ഇന്റേൺഷിപ്പ്, പിന്നെ എന്തും കൂടെ ഉണ്ടായിരുന്നല്ലോ, പാർട്ട് ടൈം ജോലി, ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഇതാണ് ബെറ്റർ ഓപ്ഷൻ. പ്ലേ സ്റ്റോറിലുണ്ട്, ആപ്പ് സ്റ്റോറിലും ഉണ്ട്. ഇത് വെച്ച് UK മാത്രമേ പോകാനൊക്കത്തുള്ളൂ? അല്ല, കാനഡ, ഓസ്ട്രേലിയ, പിന്നെ 50+ കൺട്രീസിൽ 500+ കോളേജിൽ 15,000 കോഴ്സസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവർക്ക് ഡെഡിക്കേറ്റഡ് സ്റ്റുഡൻറ് കൗൺസിൽസും സ്റ്റുഡൻറ് സക്സസ് ടീമും ഒക്കെ ഉണ്ട്. പിന്നെ സിമിലർ രജിസ്റ്റർ ആയിട്ടുള്ള സ്റ്റുഡൻസുമായിട്ട് ചാറ്റിംഗ് ചെയ്യാം.